നമുക്കിന്ന് സെക്കൻഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എമർജൻസ് ഓഫ് ഗാന്ധി ആസ് എ ലീഡർ. ഗാന്ധിജി ഒരു നേതാവായിട്ട് ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതിൽ മെയിനായിട്ട് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട്, പിന്നെ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യകാല സമരങ്ങളെ കുറിച്ചിട്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് ഗാന്ധിജിയെ ഒരു ഫേമസ് ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു നേതാവ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ സത്യം, അഹിംസ, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഫിലോസഫീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധിജിക്ക് നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് നേരെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിയുടെ തത്വങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തത്വചിന്തയെ കുറിച്ചിട്ടൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഗാന്ധിജി എന്ന് പറയുന്ന ഒരാളിൽ ഒരു നേതാവാകാനുള്ളൊരു പവർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അല്ലേ. സോ ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ബ്രിട്ടീഷുകാരോട് എങ്ങനെയൊക്കെ പെരുമാറണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിലപാട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒരു ഐഡിയ ഉള്ള ഒരാളാണ്. ദെൻ 1915 ജനുവരിയിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത്. സൗത്ത് ആഫ്രിക്കയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോപ്പുലർ ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ ഇന്ത്യയിലും അവൈലബിൾ ആയതുകൊണ്ടും നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾക്കിടയിലും ഗാന്ധിജിയെ കുറിച്ചിട്ട് നല്ലൊരു പേരാണ് ആ സമയത്തുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട്, അതായത് യൂറോപ്യൻസിൽ നിന്ന് ഇന്ത്യ ഒരുപാട് ചലഞ്ചസ് ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായിട്ട് തന്നെയാണ് ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഗാന്ധിജിക്ക് ഇന്ത്യക്കാരിൽ നിന്ന് നല്ലൊരു സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം കൈവരിച്ചിട്ടുള്ള ആ ഒരു നേട്ടങ്ങളൊക്കെ ഇന്ത്യയിലുള്ള, അതായത് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് മറ്റുള്ള ആളുകൾക്കിടയിൽ കൂടെ പറഞ്ഞ്, അതായത് എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ അറിയാം എന്ന രീതിയിലുള്ളൊരു സാഹചര്യമാണ് ഇന്ത്യയിലേക്ക് ഗാന്ധിജി തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഇന്ത്യയിലുള്ള ആ ഒരു സാഹചര്യങ്ങളുണ്ടല്ലോ, അതായത് ഇന്ത്യയുടെ ഓരോ മുക്കും മൂലയിലും എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു നിരീക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യയിലെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും നേരിട്ട് തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യ മുഴുവനായിട്ടൊരു യാത്ര ചെയ്തു. ഈ ഒരു സമയത്താണ് അദ്ദേഹം അഹമ്മദാബാദിൽ ഒരു ആശ്രമം സ്ഥാപിക്കുന്നത് കേട്ടോ. അത് ഒരു കമ്മ്യൂണിറ്റി ലൈഫ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആശ്രമം സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഒരു സാമൂഹിക ജീവിതം എന്ന് പറയുന്ന, അതായത് ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ത്യയിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഫാമിലിയിലാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹം ലളിതമായിട്ടുള്ളൊരു ജീവിതമൊക്കെയാണ് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതൊക്കെ മറ്റുള്ളവരിലേക്കും കൂടെ മാതൃകയാകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അഹമ്മദാബാദിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആശ്രമം അദ്ദേഹം ആദ്യമായിട്ട് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെത്തിയ ശേഷം ഇന്ത്യയിലുള്ള, അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ധാരണയൊക്കെ ഗാന്ധിജിക്ക് വലിയൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെസ്റ്റേൺ ആശയങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽ ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന, അതായത് പുരാതന ഇന്ത്യൻ സംസ്കാരത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഗാന്ധിജിയുടെ ഒരു ഐഡിയോളജികളൊക്കെ ഉണ്ടല്ലോ, തത്വചിന്തകളൊക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒരു എലാബറേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഗാന്ധിജിയുടെ അധ്യാപനങ്ങളുടെയൊക്കെ ഒരു കൺക്ലൂഷനായിട്ട് സത്യം,
അഹിംസ, സർവോദയ, സത്യാഗ്രഹം എന്നീ 4 ആ ഒരു പില്ലേഴ്സ് ഉണ്ടല്ലോ, തൂണുകൾ, അതിന് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ തന്നെ നൽകിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. 1893 മുതൽ 1914 വരെ ദക്ഷിണാഫ്രിക്കയിലും പിന്നീട് ഇന്ത്യയിലൊക്കെ ആയിട്ട് മഹാത്മാഗാന്ധി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടൊക്കെയുള്ള പ്രത്യയശാസ്ത്രങ്ങളാണ് ഈ ഗാന്ധിജിയുടെ തത്വചിന്തകളായിട്ട് പരിഗണിക്കുന്നത് കേട്ടോ. വിനോബ ഭാവെ, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതായത് പിന്നീട് ഗാന്ധിയൻ ഈ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ജീവിതം മുന്നോട്ട് നയിപ്പിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്. ഇവരൊക്കെ ഗാന്ധിജിൻ്റെ ആ ഒരു ചിന്തകളുടെയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫീസ്, ഐഡിയോളജികളൊക്കെ അവരുടേതായിട്ടുള്ള കൃതികളിലൂടെയൊക്കെയാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് മാർട്ടിൻ ലൂതർ കിങ്ങിനെയൊക്കെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ ആ ഒരു വ്യക്തി ജീവിതത്തിൽ ഗാന്ധിയുടെ സ്വാധീനത്തെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തത്വചിന്തകളൊക്കെ ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് ആഗോളതലത്തിൽ തന്നെ ഗ്ലോബൽ ലെവലിൽ തന്നെ വികസിച്ചിട്ടുള്ള അല്ലെങ്കിൽ വികസിപ്പിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള തത്വചിന്തകളൊക്കെയാണ് ഗാന്ധിജി ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ഗാന്ധിജി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തത്വചിന്തകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ ആത്മീയപരമായിട്ടും ധാർമ്മികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ട് സാമൂഹികപരമായിട്ട് അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ടും കൂടെയുള്ള ഒരു എല്ലാ വശങ്ങളും ഉൾപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫിലോസഫീസൊക്കെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. സോ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഹിംസയെ കുറിച്ചിട്ടാണ്. ഗാന്ധിയൻ ഫിലോസഫിയുടെ ഹാർട്ട് എന്ന രീതിയിലാണ് ഈ ഒരു അഹിംസയെ അറിയപ്പെടുന്നത് കേട്ടോ. ഇതിന് 2 കാതലായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്, അതായത് സത്യവും അഹിംസയും. ഈ സത്യം, അഹിംസ എന്ന് പറയുന്ന ഈ 2 അടിസ്ഥാന തത്വങ്ങൾ ആണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടും അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് സത്യം പറയണം അല്ലെങ്കിൽ സത്യം മാത്രമേ പറയാവൂ എന്ന രീതിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് തന്നെ എന്ന് പറയാൻ സാധിക്കും. ഈ അടിസ്ഥാന തത്വങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു സത്യം എന്ന് പറയുന്ന ആ ഒരു സംഭവം സത് എന്ന ഒരു വാക്കിൽ നിന്നാണ് വരുന്നിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ട് തന്നെയാണ് അദ്ദേഹം ജീവിതത്തെ കാലം മുഴുവൻ ജീവിച്ചിട്ടുള്ളത് എന്നുകൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചെറിയൊരു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അദ്ദേഹം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം മുതൽ തന്നെ കൂടുതലായി സത്യസന്ധമായിട്ടും അദ്ദേഹത്തിന് സത്യം പറയാമെന്ന് പറഞ്ഞാൽ അതൊരു ദൈവികമായിട്ട് ഉള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അഹിംസയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് വയലൻസ്. അതായത് അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്ന ജീവിത രീതിയിലൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഏത് പ്രവർത്തനം ചെയ്താലും അത് ഒരു വയലൻസ് ഉണ്ടാവരുത് എന്നുള്ളൊരു രീതിയാണ് അദ്ദേഹം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ഒരു അക്രമം അല്ലെങ്കിൽ വയലൻസിന് വിപരീതമായിട്ടുള്ളൊരു സ്നേഹത്തിനാണ് അദ്ദേഹം കൂടുതലായിട്ടും പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹം പിന്നീട് എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അഹിംസയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എല്ലാ ജീവനും ഒരു ദൈവികമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നിൽ പ്രയോഗിക്കുന്ന ഏതൊരു അക്രമവും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് സ്വയം ഒരു വിനാശമാണ് ഉണ്ടാവുക എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ കർമ്മ എന്ന് പറയില്ലേ, അതായത് നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുക.
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെ ആക്രമിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന് അക്രമമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതും ഒരു അക്രമത്തിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഈ ഒരു ജീവിത നിയമത്തെ ലംഘിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അതായത് അക്രമം എന്ന് പറയുന്ന കാര്യങ്ങൾ. രണ്ടാമതായിട്ട് പറയുന്നത് ഗാന്ധിജി അഹിംസയെ അത്രത്തോളം, അല്ലെങ്കിൽ അഹിംസ എന്ന് പറയുന്ന ഒരു ശക്തിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ഈ അഹിംസ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അഹിംസ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അഹിംസയിലൂടെ അദ്ദേഹം മറ്റുള്ള ആളുകളിലേക്കൊക്കെ സ്നേഹം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെയുള്ള ഒരു മാൻകൈൻഡിൻ്റെ, മനുഷ്യരാശിയുടെ തന്നെ ഒരു നിയമമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. അദ്ദേഹം പറയുന്ന ഫിലോസഫിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റെസിസ്റ്റൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം മാത്രമല്ല, ഒരു സത്യം എന്താണ് എന്ന് അന്വേഷിക്കാനുള്ളതിൻ്റെ ഒരു ബേസിക്കും കൂടെയാണ് ഈ ഒരു അഹിംസ എന്നാണ് ഗാന്ധിജി പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ഈ ഒരു ഫിലോസഫിയിൽ അഹിംസ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ആ ഒരു ടേമിന് വലിയ രീതിയിൽ തന്നെ പ്രാധാന്യം അദ്ദേഹം നൽകുന്നുണ്ട്. അഹിംസയുടെ അടിസ്ഥാനമില്ലാതെ സത്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സത്യത്തിനായിട്ട് ഒരു ശ്രമവും നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തത്വചിന്തകളൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു വ്യവസ്ഥയെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സൃഷ്ടാവിനെ ആക്രമിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ആയിട്ട് ഗാന്ധിജി ഈ ഒരു തത്വത്തെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള കാര്യത്തിലല്ല, നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെ ആയിരിക്കണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോവേണ്ടത് എന്ന രീതിയിലേക്കാണ് ഗാന്ധിജി ഈ ഒരു അഹിംസ, സത്യാഗ്രഹം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഈ അഹിംസയിലൂടെയൊക്കെ മെയിനായിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരാളെയും ദ്രോഹിക്കരുത് എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. കാരണം നമ്മളൊരു വ്യക്തിയെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു ലോകം മുഴുവനും നമുക്ക് എതിരെയാണ് നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്സിൽ പറയുന്നത്. എല്ലാ വ്യക്തികളും ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗാന്ധിജിയുടെ ഈ ഒരു തത്വചിന്തയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ എല്ലാ ആളുകളിലേക്കും ഒരേപോലെ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. നമ്മളെല്ലാ മനുഷ്യന്മാരും ഒരൊറ്റ സൃഷ്ടാവിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ വ്യക്തിയിലും അദ്ദേഹത്തിൻ്റേതായില്ലെങ്കിൽ ആ ഓരോ വ്യക്തിക്കും ഈ ഒരു സൃഷ്ടാവിൽ നിന്നുള്ള, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു ശക്തികളുണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനോടുള്ള, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ നമ്മൾ അവഗണിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമ്മൾ എല്ലാ മനുഷ്യന്മാരോടും കൂടെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ പറയില്ലേ, എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണെങ്കിൽ അതിൽ ഒരാളെ മാത്രം നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ദോഷമാണെങ്കിൽ അതെല്ലാം ഒരാളുടേതാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. കാരണം ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും സൃഷ്ടിച്ചിട്ടുള്ളത് ഒരൊറ്റ ഒരാളാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഏതെങ്കിലും ഒരാളിലേക്ക് എന്തെങ്കിലും ഹാംഫുള്ളായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയലൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മുഴുവൻ ആളുകളിലേക്കും കൂടെ എത്തിക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മുഴുവൻ വ്യക്തികളെയും അല്ലെങ്കിൽ മനുഷ്യത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ തമ്മിലൊക്കെ
ഒരു ബഹുമാനത്തോടു കൂടിയും അതുപോലെ തന്നെ അന്തസ്സോടു കൂടിയും ഒരു പരിഗണനയോടുകൂടിയൊക്കെ ആണ് ഒരു പരസ്പര ബന്ധം പുലർത്തേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഗാന്ധിയൻ തത്വചിന്ത എന്ന് പറയുമ്പോൾ അഹിംസയുടെ തത്വത്തിലാണ് കൂടുതലായിട്ടും ഉറച്ചു നിൽക്കുന്നത്. അതോടുകൂടെ തന്നെ ഈ ഒരു സത്യാന്വേഷണത്തിൻ്റെയും മാനവികതയുടെയൊക്കെ പരസ്പര ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീപ്പായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അഹിംസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇങ്ങനെ എന്താ പറയുക, ഒരു ശാരീരികമായിട്ട് ആക്രമിക്കുന്നത് മാത്രമല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു തത്വമായിട്ടാണ് ഗാന്ധിജി അഹിംസയെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ശാരീരികമായിട്ടുള്ള അക്രമം മാത്രമല്ല, നമ്മൾ മെൻ്റലി ആയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു മൊമെൻറ്റിലൂടെയൊക്കെ മറ്റുള്ള ആളുകൾക്ക്, അതായത് ഇമോഷണലി ഒക്കെ മറ്റുള്ള ആളുകളിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ജീവിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന രീതിയിലൊക്കെയാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയുടെ തത്വചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര റിജിഡായിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി അല്ല കേട്ടോ, മറിച്ച് ഓരോ സിറ്റുവേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഗാന്ധിയൻ ഫിലോസഫിനെ നമുക്ക് അറിയപ്പെടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ എന്താണ് പറയുക, ഒരു പിടിവാശിയൊക്കെ ചെറുക്കുന്ന രീതിയിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു വലിയൊരു പാപമായിട്ട് കണക്കാക്കുന്നില്ല. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങളുടെയൊക്കെ പരിണാമത്തെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ രചനകളിലുള്ള മറ്റു പൊരുത്തക്കേടുകളൊക്കെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം തന്നെ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഗാന്ധിജി പറയുന്നത് സ്ഥിരതയുള്ളതായിട്ട് തോന്നുന്നതിൽ നിന്ന് എനിക്കൊട്ടും താല്പര്യമുള്ള കാര്യമല്ല എന്നാണ്. മാത്രമല്ല സത്യത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ അന്വേഷണത്തിൽ ഞാൻ ഒരുപാട് ആശയങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കറക്റ്റായിട്ട് ഇതാണ് ഈ സാധനം എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ടുള്ളൊരു പരിഷ്കരണ പ്രക്രിയക്കൊക്കെ വിധേയമായിക്കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻ കേസ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾക്കൊപ്പം അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ ആ ഒരു സോഷ്യലായിട്ടുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ തത്വചിന്ത അതിൻ്റേതായിട്ടുള്ളൊരു വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗാന്ധിജിയുടെ അനുയായികൾ ഈ ഒരു ഫിലോസഫികളൊക്കെ നല്ല രീതിയിൽ തന്നെ വിശ്വാസം അർപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ഫിലോസഫിയുടെ ഒരു ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ അടിത്തറയാന്ന് പറഞ്ഞാൽ സത്യം, അഹിംസ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദർശങ്ങളൊക്കെയാണ് എല്ലാ ആളുകൾക്കിടയിലും അല്ലെങ്കിൽ മനുഷ്യരാശിയിൽ തന്നെ പ്രശസ്തമായിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഗാന്ധിയൻ ഫിലോസഫിയുടെ ഈ ഒരു സാർവത്രികമായിട്ടുള്ള ഈ ഒരു ഫീച്ചർ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് മറ്റുള്ള കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിലൂടെ പറയുന്നത്. പ്രധാനമായിട്ട് മതങ്ങൾക്കിടയിൽ പങ്കിടുന്ന ഒരു പൊതുവിശ്വാസങ്ങൾക്ക് അടിവരണം ഇടുന്ന രീതിയിൽ മതപരമായിട്ടുള്ള അതിരുകളൊക്കെ മറികടക്കുന്ന രീതിയിലാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് ക്രമേണയുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പരിണാമം എന്ന ആശയമായിട്ട് യോജിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിയാണ് ഗാന്ധിജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള കഴിവ് മനുഷ്യർക്കുണ്ട് എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു സമൂഹത്തിൽ നിന്നുള്ളൊരു മോചനം
ഒരു ദീർഘകാലമായിട്ടുള്ള ലക്ഷ്യമായിട്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഗാന്ധി ഫിലോസഫി നമ്മൾ ആഴത്തിലെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ഈ ഗാന്ധിജി എപ്പോഴാണ് ചിന്തിക്കുന്നത് ഭൗതികപരമായിട്ടുള്ളൊരു സിദ്ധാന്തത്തെക്കുറിച്ച് മാത്രമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു തത്വചിന്തയിലൂടെയൊക്കെ ഒരു അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്ന ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ആ ഒരു ടേമിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. കാരണം ഇവിടെ മാത്രമല്ല ആ ഒരു ജീവിതമുള്ളത്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഇല്ലാതെ വിഷയങ്ങളിലൊക്കെ അഭിസംബോധന ചെയ്യാനുള്ള ഈ ഗാന്ധിജിയുടെ ഈ ഒരു പ്രായോഗികമായിട്ടുള്ളൊരു സമീപനത്തെയൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മറ്റൊരു ആശയമാണ് സർവോദയ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സർവോദയ എന്ന് പറയുന്ന ആശയത്തിൽ അഹിംസാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക ക്രമത്തിലേക്ക് പുരോഗമിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് കേട്ടോ. ഈ അക്രമരഹിതമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് മതപരമായിട്ടോ അല്ലെങ്കിൽ ഒരു ആത്മീയപരമായിട്ടോ ഒക്കെയുള്ള തത്വങ്ങളിൽ വേരൂന്നിയതുമായിട്ടും സാമ്പത്തികവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ധാർമ്മികവും മാനവികവുമായിട്ടുള്ളൊരു വീക്ഷണമാണ് അദ്ദേഹം പ്രചോദനം അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടെ നമ്മളോടൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള വികേന്ദ്രീകരണം, നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്നൊക്കെ പറയാം. ഈ രാഷ്ട്രീയമായിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ പോലെയുള്ള ആദർശങ്ങളൊക്കെ ഈ ഒരു ഫിലോസഫി തന്നെയാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികാരത്തിൻ്റെ അമിതമായിട്ടുള്ളൊരു കേന്ദ്രീകരണം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ അമിതമായിട്ടുള്ളൊരു കടന്നുകയറ്റമൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ തട്ടിലുള്ള ആളുകൾക്ക് വരെ ദേശീയപരമായിട്ടും അന്തർദേശീയപരമായിട്ടൊക്കെയുള്ള ഒരു ഘടനാപരമായിട്ടും നേരിട്ടും അല്ലെങ്കിൽ കുറച്ചൊരു പങ്കാളിത്തപരമായിട്ടൊക്കെയുള്ള ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയൊക്കെയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. സോ ഗാന്ധിജിയുടെ ഈ ഒരു തത്വങ്ങളൊക്കെ നമ്മളിപ്പോൾ കാണുന്ന ജനാധിപത്യത്തിൻ്റെ പല തലങ്ങളിലേക്കും ഉള്ളൊരു വലിയൊരു ചുവടുവയ്പ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ. ഈ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ അല്ലെങ്കിൽ ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ട്രാൻസ്ഫോർമേഷനുമായിട്ടാണ് ബന്ധപ്പെടുത്താൻ നമുക്ക് പറ്റുക. അതായത് ഈ ഒരു സ്വയം പരിവർത്തനം വരുമ്പോഴാണെങ്കിലും സ്വയം പരിവർത്തനത്തിൽ കേന്ദ്രീകരിച്ചിട്ടാണ് ഗാന്ധി ഫിലോസഫീസ് നമുക്ക് കാണാൻ സാധിക്കുക കേട്ടോ. ഈ തത്വചിന്തയുടെ ധാർമ്മികപരമായിട്ടുള്ള അടിത്തറ എന്ന് പറഞ്ഞാൽ സത്യം, അഹിംസ ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളാണല്ലോ. ഈ ഒരു തത്വങ്ങൾക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വയം നമ്മൾ മാറേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിലെടുത്ത് പറയുന്ന കാര്യങ്ങളാണ് അനീതികൾ കാണുമ്പോൾ അതിന് ചെറുത്ത് നിൽക്കുക, സേവനം, നമ്മൾ എപ്പോഴും ഒരു സേവനത്തിൻ്റെ ഒരു മനോഭാവം ഉള്ള ആളുകളായി മാറുക, നിസ്വാർത്ഥത, ത്യാഗം സ്വീകരിക്കുക, അവകാശങ്ങളെക്കാൾ ഉത്തരവാദിത്തങ്ങൾക്ക് നമ്മൾ മുൻഗണന നൽകുക. അങ്ങനെ ഒരു സെൽഫായിട്ടുള്ള അല്ലെങ്കിൽ സ്വയം അച്ചടക്കം പാലിക്കുക, സിമ്പിളായിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ നയിക്കുക. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ട് സത്യസന്ധമായിട്ടും അക്രമങ്ങൾ ഇല്ലാത്തതായിട്ടുള്ള ഒരു ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഈ തത്വങ്ങളൊക്കെയാണ് ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. ഗാന്ധിജി ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ടല്ല വാദിക്കുന്നത്, പക്ഷെങ്കിൽ ഒരു സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സ്വമേധയാ അദ്ദേഹം ഒരു ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള, അങ്ങനെ നമ്മൾ പറയില്ലേ ഒരു സിംപ്ലിസിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സിംപ്ലിസിറ്റി ആണ് അദ്ദേഹം കൂടുതലായിട്ടും ഊന്നൽ നൽകുന്നത് കേട്ടോ. അല്ലാതെ ഗാന്ധിയൻ മാർഗത്തിലൂടെ വരുന്നവർ
അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പദവികൾ ഒഴിവാക്കിയിട്ട് ഔപചാരികമായിട്ടുള്ള പാർട്ടി രാഷ്ട്രീയത്തോട് നിഷ്പക്ഷത പുലർത്തുകയും ചെയ്യുന്നതൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാലും ഇതിനർത്ഥം അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുനിൽക്കുക എന്നല്ല കേട്ടോ. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ കാണുന്നതേപോലെ തന്നെ അനീതിയെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. എന്നാലും അദ്ദേഹം ഒരിക്കൽ പോലും അധികാര പദവികൾ ആഗ്രഹിച്ചിട്ടുമില്ല, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ സഹകരണത്തോടു കൂടിയൊക്കെ ആയിട്ട് വ്യക്തമായിട്ടുള്ള അനീതി അസത്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഗാന്ധിജി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങൾ അക്രമ മാർഗങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഗാന്ധിജിയുടെ ഈ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, അതായത് സ്വയം പരിവർത്തനം എന്ന് പറയുന്ന ഈ ഒരു ഫിലോസഫി ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള പ്രോസസ്സായിട്ടാണ് പറയുന്നത് കേട്ടോ. അതും ഈ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പരിഷ്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് മഹാത്മാ എന്ന് പറയുന്ന ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മഹാത്മാ എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തുറന്ന പുസ്തകം പോലെയാണ് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഒരു എന്താ പറയുക, ഡൗൺ ടു എർത്ത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ ഓരോ ഐഡിയോളജികളും അല്ലെങ്കിൽ ഓരോ ഫിലോസഫികളും നമ്മൾ ഓരോരുത്തർക്കും എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഹാത്മാ എന്ന് പറയുന്ന ആ ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളതും കൂടെ. ഗാന്ധിജിയിൽ അല്ലെങ്കിൽ ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ധാർമ്മികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ ഉള്ള ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം ഈ ഒരു ആദർശങ്ങളൊക്കെ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.